ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴേ ഞാൻ സൂചിപ്പിച്ചു, സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് നമ്മൾ നന്നായി അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഗ്രമാറ്റിക്കലി കറക്റ്റായ സെൻറ്റൻസുകൾ നമുക്ക് സംസാരിക്കാൻ കഴിയും. നമ്മൾ സംസാരത്തിൻ്റെ ആദ്യ ഭാഗത്ത് നിൽക്കുകയാണ്. എങ്ങനെ ഇംഗ്ലീഷ് വൃത്തിയായിട്ട് ഗ്രമാറ്റിക്കലായിട്ട് സംസാരിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് കുറച്ച് മുഖവുരയുടെ ആവശ്യം വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, പേഴ്സണൽ പ്രോനൗൺസിനെ കുറിച്ചും പറഞ്ഞു. ഇനി ഞാൻ അവയുടെ നമ്പറിനെ കുറിച്ചും അറിയുകയാണ്. നമുക്കറിയാമല്ലോ, ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്ന ഐയാണ്. ഐയുടെ നമ്പർ ചോദിച്ചാൽ ഐ സിംഗുലറാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കുക, സെൻറ്റൻസിൽ ഐ ഉപയോഗിക്കുന്നത് ബഹുവചന ക്രിയയോടൊപ്പമാണ്. ഐ നമ്പർ വൈസ് സിംഗുലർ ആണെങ്കിലും സെൻറ്റൻസിലേക്ക് വരുമ്പോൾ അത് സ്വീകരിക്കുന്ന വെർബ് പ്ലൂറൽ ഫോമിലുള്ളതായിരിക്കും. അടുത്ത ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ എന്ന് പറയുന്നത് വി ആണ്. അത് പ്ലൂറൽ തന്നെ, വി. അടുത്ത സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് യു ആണ്. യു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത് എപ്പോഴും പ്ലൂറലായിട്ടാണ്. അടുത്തു വരുന്ന ദേ, അത് നമുക്കറിയാം പ്ലൂറലാണ്. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, അത് ഏകവചനമാണ്. പക്ഷേ ബഹുവചനത്തിലുള്ള വെർബാണത് സ്വീകരിക്കുക. അടുത്ത വി, വി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഞങ്ങൾ. അപ്പോഴേ അറിയാമല്ലോ, ഒന്നിലധികം പേരുണ്ട്, അത് പ്ലൂറൽ തന്നെയാണ്. അടുത്ത യു, യുവിൻ്റെ നമ്പർ നമ്മൾ പരിശോധിച്ചതാണ്. അത് സിംഗുലറുമാണ് പ്ലൂറലുമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. പക്ഷേ സെൻറ്റൻസിൽ യു എപ്പോഴും പ്ലൂറലായിട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ. അടുത്ത ദേ, ദേ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അവർ, ഒന്നിലധികം പേരുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് അത് പ്ലൂറലായ സബ്ജക്റ്റാണ്, പ്ലൂറലായ വെർബേ സ്വീകരിക്കും. ഇനി നമുക്ക് സിംഗുലറായ സബ്ജക്റ്റുകളെ കുറിച്ച് പരിചയപ്പെടാം. അതിലൊന്നാമത് ഹീ ആണ്. ഹീയുടെ മലയാളം അറിയാമല്ലോ, അവൻ, ഒരാളാണ്. അപ്പോൾ അത് സിംഗുലർ സബ്ജക്റ്റാണ്, സിംഗുലറായ വെർബ് തന്നെ അത് സ്വീകരിക്കും. അടുത്ത ഷീ ആണ്. ഷീ സിംഗുലറാണ്, അവൾ, ഒരാൾ. അപ്പോൾ സിംഗുലർ വെർബ് മാത്രമേ അതും സ്വീകരിക്കൂ. അടുത്ത് വരുന്നത് ഇറ്റ്, ഇത്, അത് എന്നൊക്കെ പറയില്ലേ, ഇറ്റ്, അത് സിംഗുലറാണ്, അതും സിംഗുലർ വെർബ് മാത്രമേ സ്വീകരിക്കൂ. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഐ, വി, യു, ദേ, ഇത്രയും നമ്മൾ പ്ലൂറലായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഹീ, ഷീ, ഇറ്റ് ഇവ സിംഗുലർ ആണ്. ഒന്നുകൂടെ പറയാം, ഐ, വി, യു, ദേ. ടേക്ക് പ്ലൂറൽ വേർബ്. ഹീ, ഷീ, ഇറ്റ്. ടേക്ക് സിംഗുലർ വേർബ്. അപ്പോൾ വെർബിനെ സിംഗുലർ ആക്കാനുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? എസ് ഓർ ഇ എസ് വിത്ത് വെർബ് ഈസ് സിംഗുലർ. വെർബിനോട് എസ് ഒ ഇ എസ് ഒ ചേർത്താൽ വെർബിൻ്റെ ഏകവചനം ലഭിക്കും. ഒന്നുകൂടെ പറയാം, വെർബിനോട് എസ് ഒ ഇ എസ് ഒ ചേർത്താൽ വെർബിൻ്റെ ഏകവചനം ലഭിക്കും. എക്സാമ്പിൾ, റൈറ്റ്, WRITE, അത് പ്ലൂറലാണ്. അതിൻ്റെ സിംഗുലർ ഫോം കിട്ടണമെങ്കിൽ എസ് ചേർക്കണം. റൈറ്റ്സ്, റൈറ്റ്സ് എന്ന് പറയുന്നത് സിംഗുലറാണ്, റൈറ്റ് പ്ലൂറലാണ്. ഗോ പ്ലൂറലാണ്, ഗോസ് സിംഗുലർ. അവിടെ നമ്മൾ ES ചേർത്താണ് സിംഗുലർ ആക്കിയത്. പ്ലേ, PLAY, പ്ലേ പ്ലൂറലാണ്, പ്ലേസ് സിംഗുലർ ആണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് വെർബിൻ്റെ സിംഗുലറും പ്ലൂറലും കണ്ടുപിടിക്കാം. അങ്ങനെ അത് പഠിച്ചു വയ്ക്കുക, അത് ഭാവിയിൽ ഗുണം ചെയ്യും. ഇനി നമ്മൾ എങ്ങനെയാണ് സിംഗുലർ സബ്ജക്റ്റിനോട് സിംഗുലർ വേർബ് ഉപയോഗിക്കുന്നത്, പ്ലൂറൽ സബ്ജക്റ്റിനോട് പ്ലൂറൽ വേർബ് ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഐ എന്ന് പറയുന്നത് സിംഗുലറാണ് എങ്കിലും സെൻറ്റൻസിൽ ഐയെ നമ്മൾ പ്ലൂറലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനോട് പ്ലൂറലായ വെർബ് തന്നെ ഉപയോഗിക്കണം. എക്സാമ്പിളായിട്ട് നമുക്ക് റൈറ്റ് എടുക്കാം. അപ്പോൾ ഐ ഉപയോഗത്തിൽ പ്ലൂറലാണ്, അതുകൊണ്ട് പ്ലൂറലായ വെർബ് ഉപയോഗിക്കണം.
അപ്പോൾ റൈറ്റ് ആണോ റൈറ്റ്സ് ആണോ? ഐ ഡാഷ് റൈറ്റ് ആൻഡ് റൈറ്റ്സ് ആർ ഗിവൺ. യു ആർ ആസ്ക്ഡ് ടു ചൂസ് ദ റൈറ്റ് വൺ. വിച്ച് വൺ ഈസ് റൈറ്റ് ദെയർ? യെസ്, ഐ റൈറ്റ്. ഐ നമ്മൾ സെൻറ്റൻസിൽ ഉപയോഗിക്കുന്ന പ്ലൂറലാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് പ്ലൂറലായ വെർബ് ഉപയോഗിക്കണം. പ്ലൂറലായ വെർബ് എന്ന് പറയുന്നത് റൈറ്റാണ്. റൈറ്റ്സ് എന്ന് പറയുന്നത് സിംഗുലർ വേർഷനാണ് കേട്ടോ. വെർബിനോട് എസ്ഒ ഇഎസ്ഒ ചേർത്താൽ വെർബിൻ്റെ സിംഗുലർ ഫോം ലഭിക്കും, മറക്കാതിരിക്കുക. അടുത്ത് നമുക്ക് വി എടുക്കാം. എന്നോടൊപ്പം നിങ്ങൾ പറഞ്ഞോളുക. വി എന്ന് പറയുന്നത് പ്ലൂറലാണല്ലോ. പ്ലൂറലാണെങ്കിൽ വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ തന്നെ ആയിരിക്കണം. അപ്പോൾ റൈറ്റ് അല്ലേ ശരി? അപ്പോൾ ശരിയാണ്, വി റൈറ്റ്. യു പ്ലൂറലാണ്, അതുകൊണ്ട് യു റൈറ്റ്. ദേയും പ്ലൂറലാണ്, അതുകൊണ്ട് എങ്ങനെ ആകും? ദേ റൈറ്റ്. അപ്പോൾ ഐ റൈറ്റ്, വി റൈറ്റ്, യു റൈറ്റ്, ദേ റൈറ്റ്. ഒരു പാട്ട് പോലെ നിങ്ങളിങ്ങനെ പഠിക്കണം. ഐ റൈറ്റ്, വി റൈറ്റ്, യു റൈറ്റ്, ദേ റൈറ്റ്. ഹീ റൈറ്റ്സ്. കാരണം എന്താ പറയുന്നത്? സിംഗുലറാണ്. അതുകൊണ്ട് വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പോൾ എങ്ങനെ വരും? ഹീ റൈറ്റ്സ്. ഷീ സിംഗുലറാണ്, അവിടെയും റൈറ്റ്സ് ആണ്. ഷീ റൈറ്റ്സ്. അടുത്ത ഇറ്റ് ആണെങ്കിലോ ഇറ്റും സിംഗുലറാണ്, അതുകൊണ്ട് എങ്ങനെ ഉപയോഗിക്കാം? ഇറ്റ് റൈറ്റ്സ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലായല്ലോ. സിംഗുലറായ സബ്ജക്റ്റ് ആണെങ്കിൽ വെർബിൻ്റെ എസ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. പ്ലൂറലാണെങ്കിൽ അതിൻ്റെ വെർബ് റൂട്ട് ഉപയോഗിക്കുക. ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഐ റൈറ്റ്, വി റൈറ്റ്, യു റൈറ്റ്, ദേ റൈറ്റ്. ഹീ റൈറ്റ്സ്, ഷീ റൈറ്റ്സ്, ഇറ്റ് റൈറ്റ്സ്. താങ്ക് യു.